2014 മെയ് 26 പ്രധാനമന്ത്രി പദത്തിലെത്തിയ നരേന്ദ്രമോദി ചരിത്ര റെക്കോർഡിന് ഉടമ. 4399 ദിനങ്ങളാണ് മോദി പൂർത്തിയാക്കിയത്. ഇതോടെ ഏറ്റവും കൂടുതൽ ദിനങ്ങൾ ആ പദവിയിലിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് മോദി മറികടന്നു. 1952 മെയ് 13 മുതൽ മരണപ്പെട്ട 1964 മെയ് 27 വരെ 4398 ദിനങ്ങളാണ് നെഹ്റു പ്രധാനമന്ത്രി പദവിയിലിരുന്നത്. ഇന്ദിരാഗാന്ധി 4077 ദിവസവും സുപ്രധാന പദവി അലങ്കരിച്ചു. അതേസമയം മോദി പ്രധാനമന്ത്രി പദവിയിൽ 12 വർഷം പിന്നിടവെയാണ് ഈ ചരിത്ര റെക്കോർഡ് പിറക്കുന്നത്. ദരിദ്രരുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച 12 വർഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ഈ കാലയളവിൽ രാജ്യം നിരവധി മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അതിൽ പ്രധാനം പാവപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ക്ഷേമമാണ്. പതിറ്റാണ്ടുകളായി പിന്നോക്കാവസ്ഥയിൽ കഴിയുന്നവരിലേക്ക് വികസനത്തിന്റെ നേട്ടങ്ങൾ എത്തിച്ചു. ജൻധൻ അക്കൗണ്ടുകൾ, നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം, സ്വച്ഛ് ഭാരത്, പ്രധാനമന്ത്രി ആവാസ് യോജന, ജൽ ജീവൻ മിഷൻ, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ആളുകൾക്ക് അന്തസ്സും അവസരവും ഉറപ്പാക്കി. ദരിദ്രർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതും സന്തോഷകരമാണ് എന്ന് മോദി എക്സിൽ കുറിച്ചു. അതുമാത്രമല്ല, ഭരണകാലത്ത് 3 വിദേശ പാർലമെന്റുകളെ അഭിസംബോധന ചെയ്തുവെന്ന നെഹ്റുവിന്റെ റെക്കോർഡും ഇതിനോടകം മോദി തകർത്തു കഴിഞ്ഞു. ഏതൊരു ഇന്ത്യൻ ഭരണത്തലവനേക്കാളും ഉയർന്ന നിരക്കാണ്. 2014 2026 ഇടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19 വിദേശ പാർലമെന്റുകളെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞു. ഇത് 1949 നെഹ്റു US ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇന്ത്യ US ബന്ധം അതിന്റെ പ്രാരംഭ ഘട്ടത്തിലായിരുന്നു. അന്ന് ഹൌസ് ചേംബറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നതിനാൽ വെയ്സ് ആൻഡ് മീൻസ് കമ്മിറ്റി റൂമിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ അദ്ദേഹം ഏകദേശം 15 മിനിറ്റോളം സംസാരിച്ചു. തുടർന്ന് ഓൾഡ് സുപ്രീം കോടതി ചേംബറിൽ യോഗം ചേർന്നിരുന്ന സെനറ്റിലെത്തിയ അദ്ദേഹം ഇതേ പ്രസംഗം ആവർത്തിച്ചു. അമേരിക്കയുടെ മനസ്സും ഹൃദയവും കണ്ടെത്താനുള്ള ഒരു കണ്ടെത്തൽ യാത്രയിലാണ് താൻ വന്നിരിക്കുന്നത് എന്നും അതിനു മുന്നിൽ ഇന്ത്യയുടെ സ്വന്തം മനസ്സും ഹൃദയവും സമർപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മോദി വിദേശ പാർലമെന്റുകളിൽ നടത്തിയ പ്രസംഗങ്ങൾ ഇന്ത്യയുടെ ആഗോള പ്രയാണത്തിന്റെ മറ്റൊരു ഘട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. മോദിയുടെ വിദേശ നയതന്ത്രം എടുത്തു പറയേണ്ടതാണ്. ബഹുതല സഖ്യങ്ങളിലൂടെയും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയം മുന്നോട്ടു പോകുകയാണ്. പരമ്പരാഗത ചേരിചേരാ നയത്തിൽ നിന്ന് മാറി ഒരേ സമയം വിവിധ ആഗോള ശക്തികളുമായി കൈകോർക്കുന്ന ബഹുതല സഖ്യരീതിയാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നത്. സാമ്പത്തിക സുരക്ഷയും ഉഭയകക്ഷി ബന്ധങ്ങളും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പുതിയ നയതന്ത്ര ഘടന. പ്രധാന നയതന്ത്ര നീക്കങ്ങൾ സാമ്പത്തിക വ്യാപാര കരാറുകൾ, ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിലും യുണൈറ്റഡ് കിങ്ഡം, ഒമാൻ, ന്യൂസിലൻഡ് എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ സുപ്രധാന വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചു. യൂറോപ്യൻ യൂണിയൻ FTA, ചരിത്രപ്രധാനമായ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് യൂറോപ്പുമായി സാമ്പത്തിക സഖ്യം രാജ്യം കെട്ടിപ്പടുത്തു. പശ്ചിമേഷ്യൻ ഇടപെടലുകൾ. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും എണ്ണ വിതരണവും ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും ഉറപ്പാക്കാൻ ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി നിരന്തരം ചർച്ചകൾ നടത്തിവരികയാണ്. ആഗോള പുരസ്കാരങ്ങൾ. മോദിയുടെ ശക്തമായ നയതന്ത്ര ഇടപെടലുകൾക്ക് അംഗീകാരമായി വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പരമോന്നത സിവിലിയൻ ബഹുമതികൾ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. വിദേശ നയത്തിലെ മാറ്റങ്ങളും ആഗോള പ്രതികരണവും. മേഖല, പഴയ നയം, മോദിയുടെ പുതിയ നയം, ആഗോള സഖ്യങ്ങൾ, ചേരിചേരാ പ്രസ്ഥാനം, ബഹുതല സഖ്യങ്ങൾ, മേഖല, സുരക്ഷ, നിഷ്പക്ഷ നിലപാടുകൾ, തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തം, വ്യാപാരം, നിയന്ത്രിത വിപണി സമീപനം, വിപുലമായ സ്വതന്ത്ര വ്യാപാര കരാറുകൾ, അമേരിക്ക, റഷ്യ, യൂറോപ്യൻ യൂണിയൻ എന്നീ വൻ ശക്തികളുമായി ഒരേ സമയം തന്ത്രപരമായ സൗഹൃദം നിലനിർത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നത് മോദിയുടെ വ്യക്തിഗത നയതന്ത്ര മികവായി വിലയിരുത്തപ്പെടുന്നു. അതേസമയം ആഗോള പ്രതിസന്ധികൾക്കിടയിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ ആഭ്യന്തര ഉൽപാദനത്തിനും വിനോദസഞ്ചാരത്തിനും ഊന്നൽ നൽകണമെന്ന ആഹ്വാനവും പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട്. നെഹ്റു നടത്തിയ പ്രസംഗത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലായിരുന്നു 2016 മോദിയുടെ പ്രസംഗം. അപ്പോഴേക്കും പ്രസിഡന്റ് ബരാക് ഒബാമയുടെ കീഴിൽ ഇന്ത്യ US ബന്ധം ശക്തമായ തന്ത്രപ്രധാന ഘട്ടത്തിലേക്ക് കടന്നിരുന്നു. ഒബാമ തന്റെ ഭരണകാലത്ത് 2 തവണ ഇന്ത്യ സന്ദർശിക്കുന്ന ആദ്യ US പ്രസിഡന്റായി മാറി. ഉഭയകക്ഷി വ്യാപാരം 2009 $60 ബില്യൺ നിന്ന് 2015 $107 ബില്യൺ ഉയർന്നു. US-ൽ നിന്നുള്ള ഇന്ത്യയുടെ പ്രതിരോധ വാങ്ങലുകൾ $14 ബില്യൺ US-ലേക്കുള്ള ഇന്ത്യൻ FDI 3 ഇരട്ടിയായി. അയൽ രാജ്യങ്ങൾ. പ്രമുഖ പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങൾ, ആഫ്രിക്ക, കരീബിയൻ, ഇൻഡോ പസഫിക്, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലെ നിയമസഭകളിലേക്ക് ഇന്ത്യയുടെ സന്ദേശം എത്തിക്കാൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അധികാരമേറ്റയുടൻ 2014 ഭൂട്ടാൻ, നേപ്പാൾ, ഓസ്ട്രേലിയ, ഫിജി എന്നീ രാജ്യങ്ങളുടെ പാർലമെന്റുകളെ മോദി അഭിസംബോധന ചെയ്യുകയും ചെയ്തു.
2015 മൗറീഷ്യസ് നാഷണൽ അസംബ്ലി, ശ്രീലങ്കൻ പാർലമെന്റ്, മംഗോളിയൻ പാർലമെന്റ്, UK പാർലമെന്റ്, അഫ്ഗാനിസ്ഥാൻ പാർലമെന്റ് എന്നിവയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. 2016 പിന്നീട് 2023 അദ്ദേഹം US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. 2018 ഉഗാണ്ട, 2019 മാലദ്വീപ്, 2024 ഗയാന, 2025 ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, നമീബിയ, ഇത്യോപ്യ, ഒടുവിൽ 2026 ഇസ്രായേലിന്റെ പാർലമെന്റായ സെനറ്റും ഇതിൽ ഉൾപ്പെടുന്നു. 2026 ഇസ്രായേലിന്റെ പാർലമെന്റായ നെസറ്റും ഇതിൽ ഉൾപ്പെടുന്നു. നെസറ്റിൽ നടത്തിയ ഏറ്റവും പുതിയ പ്രസംഗത്തിൽ ഇസ്രായേൽ പാർലമെന്റിന്റെ ഏറ്റവും ഉയർന്ന ബഹുമതി നൽകി മോദി ആദരിക്കുകയുണ്ടായി. 2023 US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ 2 തവണ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി മാറി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ശേഷം ഈ ബഹുമതി ഒന്നിലധികം തവണ ലഭിക്കുന്ന രണ്ടാമത്തെ അന്താരാഷ്ട്ര നേതാവ് കൂടിയാണ് അദ്ദേഹം. കൂടാതെ റഷ്യയുമായി വലിയൊരു സഹകരണം ഇന്ത്യ ഊട്ടിയുറപ്പിച്ചു. കൂടാതെ ഇന്ത്യ പല മേഖലകളിൽ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മോദിയുടെ കീഴിലുള്ള 12 വർഷങ്ങളിൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.